2026 മെയ് 21 വ്യാഴാഴ്ച ആരണ്യ ഷഷ്ഠിയാണ്. ഹിന്ദു ആചാരങ്ങളിലെ ഒരു പ്രത്യേക വ്രതവും പൂജാദിനവുമാണ്. ആരണ്യം എന്നത് കാടെന്നും ഷഷ്ഠി എന്നത് ചന്ദ്രമാസത്തിലെ 6ാം തീയതി എന്നും അർത്ഥം. പ്രധാനമായും സ്ത്രീകൾ സന്താന സൗഭാഗ്യം, കുട്ടികളുടെ ആരോഗ്യം, കുടുംബക്ഷേമം എന്നിവയ്ക്കായി ഈ വ്രതം ആചരിക്കുന്നു. ഷഷ്ഠി തിഥി ആരംഭം എന്ന് പറയുന്നത് രാവിലെ ഏകദേശം 8:26 തിഥി അവസാനിക്കുന്നത് 22 മെയ് രാവിലെ ഏകദേശം 6:24 ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഷഷ്ഠി ദേവിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും ആരാധിക്കുന്ന ദിനമാണ്. കുട്ടികളുടെ ആരോഗ്യം, കുടുംബ സൗഭാഗ്യം, സന്താന ലാഭം എന്നിവയ്ക്കായി സ്ത്രീകൾ വ്രതം അനുഷ്ഠിക്കുന്നു. ആരണ്യ എന്നത് കാട് എന്നർത്ഥം. അതിനാൽ പ്രകൃതിയെയും വൃക്ഷങ്ങളെയും ആദരിക്കുന്ന ആചാരങ്ങളും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഇതിന് പിന്നിലൊരു കഥയുണ്ട്. പുരാണപ്രകാരം ഷഷ്ഠി ദേവി കുട്ടികളുടെ രക്ഷകർത്താവായ ദേവിയായാണ് അറിയപ്പെടുന്നത്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ സന്താന ദുഃഖത്തിൽ കഴിയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഏറെ പ്രാർത്ഥനകൾക്കു ശേഷമാണ് അവൾക്ക് ഒരു കുഞ്ഞ് ലഭിച്ചത്. പക്ഷേ കുഞ്ഞ് എപ്പോഴും അസുഖബാധിതനായിരുന്നു. വേദനയിലായ അമ്മ ഒരു മഹർഷിയെ സമീപിച്ചു. മഹർഷി അവളോട് പറഞ്ഞു, ഷഷ്ഠി ദേവിയെ ഭക്തിയോടെ ആരാധിച്ച് ആരണ്യ ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കൂ, പ്രകൃതിയെയും വൃക്ഷങ്ങളെയും ആദരിക്കൂ. അവൾ കാട്ടിലെ ഒരു വൃക്ഷച്ചുവട്ടിൽ വിളക്ക് തെളിച്ച് പ്രാർത്ഥിച്ചു. ഉപവാസം അനുഷ്ഠിച്ച് ദേവിയെ സ്മരിച്ചു. ഭക്തിയിൽ സന്തോഷിച്ച ഷഷ്ഠി ദേവി പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞിന് ആരോഗ്യം, കുടുംബത്തിന് ഐശ്വര്യം എന്നിവ അനുഗ്രഹിച്ചു. അതിനുശേഷം സ്ത്രീകൾ മക്കളുടെ നന്മയ്ക്കായി ഈ വ്രതം ആചരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിന്റെ പൂജാവിധി എങ്ങനെയെന്നാൽ, പുലർച്ചെ കുളിച്ച് ശുദ്ധവസ്ത്രം ധരിക്കുക. അതുപോലെ നമ്മുടെ പൂജാമുറിയെല്ലാം വൃത്തിയാക്കുക. നിലവിളക്ക് തെളിയിക്കുക. പൂക്കൾ, പഴങ്ങൾ, പാൽ, വെറ്റിലയും അടക്കയും, കുങ്കുമം, ചന്ദനം, നെയ്വിളക്ക് എന്നിവ പൂജയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കേണ്ടതാണ്. പൂജ ചെയ്യുന്നത് ഗണപതിയെ ആദ്യം പ്രാർത്ഥിക്കുക. ഷഷ്ഠി ദേവിയെയോ സുബ്രഹ്മണ്യ സ്വാമിയെയോ ധ്യാനിക്കുക. ഓം ശരവണ ഭവ മന്ത്രം 108 പ്രാവശ്യം ജപിക്കാം. സ്കന്ദഷഷ്ഠി കവചം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്തോത്രം വായിക്കാം. നമുക്ക് ദീപാരാധന നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. വ്രതത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. ചിലര് പൂർണ്ണ ഉപവാസം പാലിക്കാറുണ്ട്. ചിലർ പഴവും പാലും മാത്രം കഴിക്കും. അതായത് അരിയാഹാരം നമ്മൾ ഒരു നേരം മാത്രമേ കഴിക്കാറുള്ളൂ. അത് കഴിക്കാത്തവരുണ്ടാവും. കഴിക്കാത്തവര് പാലും പഴവും മാത്രം കഴിച്ച് വ്രതം നോക്കുന്നവരുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദേഷ്യം, കഠിന വാക്കുകൾ എന്നിവ ഒഴിവാക്കി ശാന്തമായി കഴിയുക എന്നതും വ്രതത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ ഈ ദിവസം പ്രത്യേക പൂജകളൊക്കെ ഉണ്ടാവാറുണ്ട്. അന്നേ ദിവസം ഉച്ചയ്ക്ക് അമ്പലത്തില് നെയ്തിച്ചോറൊക്കെ ഉണ്ടാവാറുണ്ട്. ഷഷ്ഠി ദിവസം പൂജ ചെയ്യേണ്ടത് എങ്ങനെയെന്നാൽ, ദേവിയുടെ ചിത്രമോ സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിത്രമോ വയ്ക്കുക. പൂക്കൾ, പഴങ്ങൾ, വെറ്റില, അടയ്ക്ക, പാൽ എന്നിവ സമർപ്പിക്കുക. കുങ്കുമവും ചന്ദനവും ചാർത്തുക. നൈവേദ്യമായി നമുക്ക് പാൽപ്പായസം, പഴങ്ങൾ, അവിൽ, പാൽ, കൽക്കണ്ടം എന്തും സമർപ്പിക്കാവുന്നതാണ്. നമുക്ക് എന്താണോ കഴിയുന്നത് അതനുസരിച്ച് നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ പഞ്ചാമൃതം ഉണ്ടാക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കുന്നത് നല്ലതാണ്. വൈകിട്ട് ദീപാരാധന നടത്തുക. കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുക. പ്രസാദ വിതരണം നടത്തുക. നിങ്ങൾ എങ്ങനെയാണോ ഇതുവരെ ആചരിച്ചു പോകുന്നത് അതുപോലെ ചെയ്യുക. കണ്ണീരോടെ തന്നെ വിളിക്കുന്ന ഭക്തനെ ഒരിക്കലും സുബ്രഹ്മണ്യ സ്വാമി കൈവിടുകയില്ല. എന്റെ മക്കളെ നീ കാത്തുകൊള്ളണമേ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പ്രാർത്ഥിച്ച് എല്ലാ സങ്കടങ്ങളും പഴനിമല മുരുകന്റെ കാൽക്കൽ സമർപ്പിച്ച് ഷഷ്ഠിവ്രതം എടുത്തോളൂ. മുരുകൻ നിങ്ങളുടെ കൂടെ തന്നെ എന്നും എപ്പോഴും ഉണ്ടാകും.